പറയാം. സ്കൂൾ കാലഘട്ടത്തിൽ സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ തുടർന്ന് പിന്നീട് കേരള കൗമുദിയുടെ മാധ്യമ പ്രവർത്തനത്തിലൂടെ വീണ്ടും 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 മിമിക്രി താരങ്ങളുമായുള്ള സൗഹൃദത്തിലൂടെ അവസാനം മോഹൻലാൽ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ തിരക്കഥ രചിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് ഇന്ന് ഈശോ എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സുനീഷ് വാരനാട് അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗത പ്രസംഗത്തിന് വേണ്ടി നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ ജീവശ്വാസമായി കരുതുന്ന, OTT-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും സിനിമയെ അറിഞ്ഞിഷ്ടപ്പെടുകയും അതിലെ കലാകാരന്മാരെ നിറ കയ്യടികളോടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ല കലാസ്വാദകർക്കും ഈ ഞങ്ങളുടെയൊക്കെ വളരെ സ്പെഷ്യലായ ഈ സന്ധ്യയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ ഈ ഷോ ഒക്ടോബർ 5-ാം തീയതി സോണി ലൈവിലൂടെ വേൾഡ് മുഴുവനായി, ലോകം മുഴുവനായി റിലീസാവുകയാണ്. 5 ഭാഷകളിലായാണ് ആ സിനിമ ജനങ്ങളിലേക്ക് എത്തുന്നത്. അതിന് ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. അതിനു മുൻപായി ഇതിൽ വന്ന എല്ലാവരെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ട്രെയിലർ ലോഞ്ച് നടത്താൻ എത്തിയ മലയാള സിനിമയിലെ യുവ താരം, അഭിനയ കലയിൽ പുതിയ മാനങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൊത്ത് എന്ന സിനിമയിലൂടെയുമൊക്കെ വന്ന് വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ശ്രീ ആസിഫ് അലിയെയും ഒരുപാട് നല്ല സിനിമകളിലൂടെ നമ്മളെ എന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ ജിസ് ചുഴിയെയും ആദ്യം ഈ ഷോയുടെ ലോഞ്ചിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഒരുപാട് പേരുടെ സ്വാഗതം നീട്ടി പറയാതെ ഞാൻ ഒറ്റയടിക്ക് മലയാള സിനിമയിലെ പല പ്രഗത്ഭരും പ്രശസ്തരമായ ആളുകൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആൽവിൻ ആന്റണി ചേട്ടനെ പോലുള്ള ആളുകൾ, സിനിമയിൽ ഞങ്ങളോടൊപ്പമുള്ള പല ആളുകൾ, അതിൽ ഈശോയുടെ ജീവാത്മാവും പരമാത്മാവും ഈശോയുടെ എല്ലാമായ അഭിനയത്തിൽ സ്വന്തമായ പുതിയ മാനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം ശ്രീ ജയസൂര്യ, പ്രിയപ്പെട്ട കോട്ടയം നസീർ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ബിബിൻ ജോർജ്, ഞങ്ങളുടെയൊക്കെ സംവിധായകൻ ആദർശിക, അങ്ങനെ ഈ ഷോയുടെ ആരെങ്കിലും അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അതിനപ്പുറം ഈ പരിപാടി കവർ ചെയ്യാൻ എത്തിയിരിക്കുന്ന ഓൺലൈൻ മീഡിയ, ഞങ്ങളുടെ പ്രിന്റ് മീഡിയയിലുള്ള സുഹൃത്തുക്കൾ, അവർക്ക് എല്ലാവർക്കും ഈ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് സ്വാഗതം. ലുലുവിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്നത് ലുലുവാണ്. ലുലുവുമായി ബന്ധപ്പെട്ട സ്വരാജ് ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് സ്വാഗതം. അതിലൊക്കെ ഉപരി സ്വാഗതം പറയേണ്ടത് കടപ്പാടുള്ളതും നിങ്ങളോടാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഈ പരിപാടി കണ്ട് ഈ ഈശോയുടെ ലോഞ്ച് ഫംഗ്ഷൻ കണ്ട് ഒക്ടോബർ 5 മുതൽ ഈ പരിപാടി കാണാനെത്തിയിരിക്കുന്ന എല്ലാ കലാസ്വാദകരെയും ഒറ്റ വാക്കിൽ നിറഞ്ഞ മനസ്സോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുനീഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമുക്കറിയാം 2 വർഷക്കാലം സിനിമയിൽ നിന്നെല്ലാം നമ്മൾ തിയേറ്ററുകൾ എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളിലേക്ക് കടന്നു വന്ന OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു അടുത്ത് നിൽക്കുന്നൊരു ഉപകരണം അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നതായി മാറിയപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന ഒക്ടോബർ 5-ന് ഒരു പുതിയ സിനിമ അതിലൂടെ
നിങ്ങളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തെയാണ് അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ഒട്ടനവധി വർഷങ്ങളായി മിമിക്രിയിലൂടെ കടന്നു വന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം കൈവയ്ക്കാത്ത യാതൊരു മേഖലയില്ല. പാട്ടായിക്കോട്ടെ, അഭിനയം ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, നിർമ്മാതാവായിക്കോട്ടെ, പാരഡി ആയിക്കോട്ടെ, തുടങ്ങിയാൽ പറയാൻ ഒരുപാടുണ്ടാവും. സോ അദ്ദേഹത്തെയാണ് ഞാൻ ഇനി ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. ഒത്തിരി സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കാം നമ്മുടെ സ്വന്തം നാദർ ഷിക്കാസ്. So ladies and gentlemen, please put your hands together and welcome him onto the stage. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ ഇങ്ങനൊരു നിറഞ്ഞ സദസ്സ് നമുക്ക് വീണ്ടും നമ്മളിലേക്ക് എത്തിയതിന് ആദ്യം സർവശക്തന് നന്ദി പറയുന്നു. ഒപ്പം ഇവിടെ കൂടിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈശോ എന്ന് പറയുന്ന ആ സിനിമ 5-ാം തീയതി, ഒക്ടോബർ 5-ാം തീയതി സോണി ലൈവിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇത് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം അതിൻ്റെ ട്രെയിലർ ലോഞ്ചിനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അതും അറിയാം. ഇനി അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഈശോയുമായി ബന്ധപ്പെട്ട ആ സിനിമയുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ് ആ സിനിമയുമായി സഹകരിച്ചത്. അതിനേക്കാളുപരി പ്രിയപ്പെട്ട ആസിഫ് അലി, ഈ സിനിമയുമായി യാതൊരു ബന്ധമില്ല എന്നിട്ട് പോലും ഇന്ന് ഇവിടെ വരാനായിട്ട് മനസ്സ് കാണിച്ച പ്രിയ സുഹൃത്തിന് ഒരുപാട് നന്ദി. കാരണം വേറൊന്നുമില്ല, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യ സിനിമ അമർ അക്ബർ അന്തോണി ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് ആലുവിൻ ആന്റണി ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിളിച്ച് കഥ പറഞ്ഞ നായകന്മാരാക്കാൻ വേണ്ടി തീരുമാനിച്ച ഇതിൽ ഒരാൾ ആസിഫായിരുന്നു. പക്ഷേ പിന്നീട് പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്തിലേക്ക് വന്നപ്പോൾ ആ കഥാപാത്രം മാറുകയുണ്ടായി. പക്ഷേ ഒരു പരിഭവമില്ലാതെ അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്ന് ചെയ്യാനായിട്ടുള്ളൊരു സന്മനസ് കാണിച്ച ആ വ്യക്തി, തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അദ്ദേഹത്തിൻ്റെ. സാധാരണ എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സുണ്ടാകാറില്ല പലപ്പോഴും. ഒരുപാട് സന്തോഷം ആസിഫ്, താങ്ക് യു സോ മച്ച്. പിന്നെ ജയസൂര്യ, അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന ആ സിനിമയിൽ ജയനാണ് ആദ്യമായിട്ട് ഡേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈശോ എന്ന് പറയുന്ന ഈ സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. ഏറെ പ്രിയപ്പെട്ട ജയസൂര്യയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി ഈ സിനിമയായി എനിക്ക് വേണ്ടിയിട്ട് സിനിമയിൽ സഹകരിച്ചത്. പിന്നെ ഒരുപാട് പേരുണ്ട് ഇന്നിവിടെ എത്തിപ്പെടാൻ സാധിക്കാത്ത, നമിത പ്രമോദ്, പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി തുടങ്ങിയ ഒത്തിരി കലാകാരന്മാർ ഉണ്ട്. പക്ഷെ അവരെല്ലാം ഈ സമയത്ത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. പിന്നെ കോട്ടയം നസീർ ഈ പടത്തിൽ അഭിനയിക്കുകയല്ല ചെയ്തത്, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് നസീർ അസിസ്റ്റ് ചെയ്തത്. സാധാരണ ഇതിൽ പലപ്പോഴും പല കൂട്ടുകാരും പല രീതിയിലൊക്കെയാണ് സഹകരിച്ചത്. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും ഉണ്ട്. പ്രിയപ്പെട്ട ബാദുഷ, ഈശോ എന്ന് പറയുന്ന സിനിമ ആദ്യമായി അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ചെന്നെത്തിയത്. അദ്ദേഹമാണത് സിനിമ പ്രോജക്റ്റ് ചെയ്തത്. പിന്നെ അരുൺ നാരായണൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അരുൺ, എല്ലാവർക്കും. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ. ഈ സിനിമയിൽ ആകെ ഒരു പാട്ടുള്ളൂ. ആ പാട്ട് പാടിയത് നിലമ്പൂരുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹിത സക്കീർ. ഞാൻ അമർ അക്ബർ അന്തോണിയിൽ എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് എന്ന് പറയുന്ന പാട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് ശ്രേയക്കുട്ടിയെ കൊണ്ട് ആ പാട്ട് പാടിച്ചു. അതിനുള്ള ഇപ്പോൾ ഈ ഒരു പുതിയ ശബ്ദം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് എനിക്കൊരു ഭാഗ്യമുണ്ടായി. മോളാ പാട്ട് പാടുമോ? ഇവിടെ ഹിതയൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഹിതയുടെ ബാപ്പ വന്നിട്ടുണ്ട്. പിന്നെ അല്ല, ഇവര് നിലമ്പൂര്. എന്താണ് മോൻ്റെ ബാപ്പാക്ക് എന്താ ജോലി? കൂലിപ്പണിയാണ് ബാപ്പാക്ക്. പക്ഷേ ആ കുടുംബത്തിൽ ഈ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ കുടുംബത്തിൽ ഒരു KS ചിത്രയോ സുജാ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടാവുന്നു. നമുക്ക് അനുഗ്രഹിക്കാം ഈ കുഞ്ഞിനെ ഒരുമിച്ച്. നമ്മളൊന്ന് പാടുമോ ഇതിൻ്റെ പാട്ട്?
ഇത് എഴുതിയത് സുജേഷ് ഹരിയാണ് കേട്ടോ. ഇതിൻ്റെ സംഗീതം ഞാനാണ്, സുജേഷ് ഹരിയാണ് എഴുതിയത്. താങ്ക് യു. എന്താ പറയണ്ടേ? സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്താ ഓക്കെ, ഇതിൽ അഭിനയിച്ചത് നമ്മുടെ അക്ഷര, കിഷോർ. വിഷ്വല് നമ്മൾ കാണാം. ലക്ഷ്മി പിഷാരടി ഉണ്ട്, രണ്ടുപേരാണ് അഭിനയിച്ചത്. അതിൻ്റെ വിഷ്വല് നമ്മൾ ഇതിൻ്റെ പുറമെ നമ്മൾ ഇടുന്നതായിരിക്കും. അടുത്ത രണ്ട് വാക്ക് കോട്ടയം നസീർ. നമ്മൾ അവിടെ ഇരുന്നോ? എല്ലാവർക്കും നമസ്കാരം. ഈ ഈശോ എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാൾ ഞാനാണ്. കാരണം മിമിക്രിയിൽ ഞാൻ വരുന്ന കാലത്ത് എനിക്ക് ആദ്യമായിട്ടൊരു ഓഡിയോ കാസറ്റിലും വീഡിയോ കാസറ്റിലും ഒരു ചാനലിലുമൊക്കെ എനിക്ക് അവസരം തന്ന ആളാണ് നാദിർഷക്ക. അങ്ങനെ നാദിർഷക്കയുടെ സംവിധാനത്തിൽ തന്നെ ഞാനൊരു അസോസിയേറ്റ് ഒന്നും പറയാൻ പാടില്ല, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറയുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ആയതുകൊണ്ട് അസോസിയേറ്റ് എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ശരിക്കുള്ള അസോസിയേറ്റ് ഇപ്പുറത്ത് ഇവിടെ നിൽപ്പുണ്ട്, അദ്ദേഹം എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ അതൊരു ഭാഗ്യം. പിന്നെ ഇതിലെ നായകൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കനായ ജയസൂര്യ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൈ പിടിച്ച് മിമിക്രി ലോകത്തേക്ക് വന്ന കലാകാരനാണ്. പിന്നെ എൻ്റെ കൈ വിട്ട് പോയി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതൊരു ഭാഗ്യം. അടുത്തത് നമ്മുടെ ജാഫർക്ക. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്തൊരു ഷോർട്ട് ഫിലിമിലെ നായകനാണ്. അങ്ങനെ ഈ മൂന്ന് എനിക്ക് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരോടൊപ്പം ഇതിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതൊരു നാദിർഷക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലെല്ലാം ഒരുപാട് ചിരിയുടെ മേമ്പൊടികൾ ചേർത്തിട്ടുള്ള സിനിമകളായിരുന്നു. പക്ഷേ ഇത് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. ജയസൂര്യ അതുപോലെ തന്നെ ജാഫർക്കയുടെയും മികച്ച അഭിനയം കാണാൻ
പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു മത്സര അഭിനയം തന്നെ ഇതിൻ്റെ അകത്ത് രണ്ടുപേരുടെയും കാണാൻ സാധിക്കും. അത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല സിനിമയായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവട്ടെ. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ആസിഫ് അലി, ഇപ്പൊ ഈ സിനിമ ഇടയ്ക്ക് വെടിക്കെട്ടിന്റെ ഒരു പ്രൊമോഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കൊത്ത സിനിമ ഞാൻ ഇവിടെ വന്ന് കണ്ടതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ എന്താ പറയാ, ഈശോ ഒന്ന് കൊത്തിയ വെടിക്കെട്ടാവും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് പറ്റുന്നു. താങ്ക് യു. താങ്ക് യു നസീറിക്ക, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമ്മളുടെ ഈശോ എന്ന ചിത്രത്തിലെ ഈശോനെ സ്റ്റേജിലേക്ക് വിളിക്കണ്ടേ? വേണോ? വേണ്ടേ? എന്നാ എനിക്ക് നല്ലൊരു കൈയടി കേൾക്കാമോ? ഒരു കൈയടി കേൾക്കാൻ സാധിക്കോ? ഓക്കെ, ഇപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന താരത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് അറിയില്ല. കാരണം അവതരണത്തിലൂടെ വന്ന് ഉമ്മപ്പെണ്ണിനൊരിയാടപ്പയിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതനായി. പിന്നെ അങ്ങോട്ടൊരു കയറ്റമായിരുന്നു. എനിക്കറിയില്ല, അഭിനയ രംഗത്ത് തനിക്ക് ലഭിക്കുന്ന ഓരോ ക്യാരക്ടറും വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഓരോ ചിത്രങ്ങളും എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടും അതിനേക്കാൾ ഉപരി സന്തോഷത്തോടും കൂടി തന്നെ ഓരോ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമായ അവതരണ ശൈലി നൽകി പ്രേക്ഷക മനസ്സിൽ സ്ഥാനമുറപ്പിച്ച നമ്മുടെ സ്വന്തം ജയസൂര്യ, മലയാളികളുടെ സ്വന്തം ജയേട്ടനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇത്രയും നല്ലൊരു നിമിഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച സമയത്തിന് ആദ്യം നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇത് ഈശോൻ്റെ ട്രെയിലർ ലോഞ്ച് ആണെങ്കിലും വേറൊരർത്ഥത്തിൽ ഓർമ്മകളുടെ സമാഗമമാണ് എന്നാണ് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ ഫ്ലാഷ് ബാക്ക് എപ്പോഴും ഭയങ്കര ലാഗ് പരിപാടിയാണ്. പക്ഷെ എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് സമയം ഞാനൊന്ന് എടുക്കും, ക്ഷമിക്കണം. നാദിർഷ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ഭയങ്കര ദൈവാനുഗ്രഹമുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് എപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്താ പറയുക, കുടുംബക്കാരെയും അതുപോലെ തന്നെ കൂട്ടുകാരെയും എല്ലാം ചേർത്ത് നിർത്തുന്ന വ്യക്തിയാണ്. എപ്പോഴും ഓരോ പുതിയ ആളുകൾക്കും അവസരം കൊടുക്കുന്ന വ്യക്തിയാണ് നാദിർഷ. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ പ്രാർത്ഥനാ ഫലമായിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇക്കടുത്ത് ചെന്നിട്ട് ദേമാവേലി കൊമ്പത്ത് പറയുന്ന അന്നത്തെ സൂപ്പർ ഹിറ്റായിട്ടുള്ള കാസറ്റിൽ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു, നാദിർഷ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു നാദിർഷ പറഞ്ഞോട്ടെ, അത് നടക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഉള്ളതെല്ലാം വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ്, ഇപ്പോൾ വന്നിട്ടുള്ള ആളല്ലേ, അപ്പം നിന്നെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാൻ സിനിമ താരമായി മാറി. അതിനുശേഷം ഞാൻ ചോദിച്ചു, നാദിർഷ ഇനി എനിക്ക് എന്തിനാ അവസരം തരൂ? എടാ, നീ ഫിലിം ആക്ടർ ആയിട്ടില്ലേ, ഇപ്പോഴും നീ കാസറ്റ് എന്ന് പറഞ്ഞ് നടക്കുകയാണോ? ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ ദേമാവേലി കൊമ്പത്തിൻ്റെ 13ാം ഭാഗത്തിൽ പോസ്റ്ററിൽ വരാനുള്ള അവസരം നാദിർഷ അന്ന് എനിക്ക് തോന്നി. അത് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അതിനുശേഷം അദ്ദേഹം സിനിമാ സംവിധായകനായി അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് എൻ്റെ അടുത്ത് ആദ്യം വന്നപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ബിബിനും വിഷ്ണു ഉണ്ടായിരുന്നു. വായിച്ചിട്ട് തലകുത്തി ചിരിച്ചിരുന്നു. അപ്പോൾ നാദിർഷ മുന്നോട്ട് വെച്ചത് ഇതാണ്, നിനക്ക് ഇഷ്ടമുള്ള കഥാപാത്രം എടുക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് അക്ബർ മതി. അങ്ങനെ നാദിർഷയുടെ സൂപ്പർ ഹിറ്റുകൾ ജനിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വിഷ്ണുവിനെ നായകനായിട്ട് പടം ചെയ്യുന്നു. ഇന്ന് ഈശോയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന സംവിധായകനായ വിദ്യാർത്ഥിയെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം പുതിയ ആളുകളോട് വർക്ക് ചെയ്യാനുള്ള ത്വര, എല്ലാ സിനിമകളും കാണുകയും വിലയിരുത്തുകയും എനിക്കും അതുപോലെ സിനിമകൾ സംവിധാനം ചെയ്യണമെന്ന് പറയുന്ന ആഗ്രഹത്തോടും നടക്കുന്ന സംവിധായകനാണ്. അത് ഈശോ എന്ന് പറയുന്ന ട്രെയിലർ നിങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്
കൂടെ കിട്ടിയതും റോബി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ, ഒരു ക്യാമറമാനെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ലുക്കാ ചുപ്പി, വെള്ളം, ക്യാപ്റ്റൻ, ഇപ്പോൾ ജോൺ ലൂതർ എന്ന് പറയുന്ന സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ടെക്നീഷ്യനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കൂടാതെ അടുത്തത് നസീർ ഖാൻ. അയ്യോ, ജീവിതത്തിൽ കരയാൻ ഭയങ്കര എടുപ്പാണ്, കരയാതിരിക്കാനാണ് വലിയ ബുദ്ധിമുട്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഫ്ലാഷ് ബാക്കും പരിപാടിയൊക്കെയാണ്. കാരണം നസീർ ഖാനെ ഇതുപോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കൊതിച്ച് നടന്നിട്ടുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ആ ട്രൂപ്പിൽ അദ്ദേഹം ചെയ്യാത്ത എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഓരോ ഇമിറ്റേഷനൊക്കെ ഞാൻ പഠിച്ചത്. അദ്ദേഹം ചെയ്യാത്ത ശബ്ദങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അന്ന് എനിക്ക് ഒരു കാര്യമില്ലാതെ എനിക്ക് തോന്നുന്നു നസീർക്കയുടെ ഒരു ഫേവർ പോലെ അദ്ദേഹത്തിൻ്റെ മിമിക്രി ട്രൂപ്പിൽ എനിക്കൊരു അവസരം തന്നിരുന്നു. ഇന്ന് അദ്ദേഹം ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ ഞാൻ പറയും, അദ്ദേഹം നാളത്തെ ഇവിടുത്തെ സംവിധായകനായിരിക്കും. അതിൽ നായകനായിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. മാത്രമല്ല, ഇതിൻ്റെ അന്നത്തെ വേദനയും അന്നത്തെ ഈ എൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രഗിളും പെയിനും എല്ലാം അറിഞ്ഞിട്ടുള്ള ഇവിടെ നിൽക്കുന്ന എല്ലാവരിലും ഒരാൾ മാത്രമേ അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളൂ. എൻ്റെ സ്ട്രഗിളും പെയിനൊക്കെ അത് ജിസ്മോൻ, സംവിധായകൻ ജിസ് ജോയ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു കാലത്ത് ഉറക്കവും നടത്തവും ആങ്കറിങ്ങും ഡബിങ്ങും അങ്ങനെ വേണ്ട എല്ലാ കുരുത്തക്കേടും ഒരുമിച്ചായിരുന്നു. അവൻ്റെ ഇഷ്ടത്തിന് ഈ പറഞ്ഞതുപോലെ ആഗ്രഹമുള്ള ലക്ഷ്യത്തിലേക്ക്, സംവിധായകൻ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തി ഞാൻ ആക്ടറുമായി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളൊരു വേദി ഇങ്ങനെ പങ്കിടുന്നത്. ആ ഒരു നിമിഷത്തിനും ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അരുൺ, ജാഫർക്കയുടെ കാര്യം പറഞ്ഞില്ല. ജാഫർക്ക് ഇതുപോലെ തന്നെ നസീർക്കയുടെ ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നിട്ട് ജാഫർക്ക് സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലാഭവൻ ഷാജോണൊക്കെ ചിരിച്ചിട്ട് ഒന്നും മിണ്ടാൻ പറ്റാതൊക്കെ നിന്നിട്ടുള്ള നിമിഷങ്ങളുണ്ട്. അത്രയും അമേസിംഗ് ആയിട്ടുള്ള പെർഫോമൻസസ് ആണ്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിനുശേഷം അദ്ദേഹം സിനിമയിൽ എടുക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അൺബിലീവബിൾ ആയിട്ടുള്ള എന്താ പറയുക പെർഫോമൻസസ് ആണ് കാഴ്ചവെക്കുന്നത്. ഈ സിനിമയിൽ വളരെ വളരെ നാച്ചുറലായിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒക്ടോബർ 5-ാം തീയതി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അതുപോലെ തന്നെ നമിത പ്രമോദ്, അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയത്. നമിതയും എനിക്ക് തോന്നുന്നു വിശ്വസിച്ച് ഒരുപാട് കഥാപാത്രങ്ങൾ കൊടുക്കാൻ പറ്റുന്ന കുട്ടിയാണ്. ഇന്ന് വാഗമണിലെ ഷൂട്ടിലാണ്. ഇന്ന് നമിതയുടെ ബർത്ത്ഡേ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിൻ്റെ ബർത്ത്ഡേ വിഷസും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കാണ് അരുൺ, ഇതിൻ്റെ നിർമ്മാതാവ്. അരുൺ സൂര്യ ടി വിയിൽ ആങ്കറായിരുന്നു. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അവൻ ലോയറാണ്. അതൊക്കെ മാറ്റിവെച്ച് സിനിമ എന്ന് പറയുന്ന പാഷനിൽ മാത്രം നിന്നുകൊണ്ട് ഇന്ന് നിർമ്മാതാവായി അരുൺ മാറി. അരുൺ നാരായണൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്കും അഭിമാനമാണ് നമ്മുടെ സുഹൃത്ത് നിർമ്മാതാവായതിൽ. ഇന്ന് ടിനു പാപ്പച്ചൻ്റെ ചാക്കൊച്ചൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇതാ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നടക്കുന്നു. അവിടെ നിന്നാണ് അരുൺ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പിടി ആളുകൾ ഇതിനകത്ത് കൂടെ നിന്നിട്ട് ഒരുപാട് ആളുകളുണ്ട്. എഡിറ്ററാണെങ്കിലും ആർട്ടിലാണെങ്കിലും ബാദുഷാ, നമ്മുടെ ഒരുപാട് പേര് ഈ ചിത്രത്തിൽ അണിയറ പ്രവർത്തകരായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. ഒക്ടോബർ 5-ാം തീയതി 5 ഭാഷകളിലായിട്ടാണ് സിനിമ എത്തുന്നത്. ഒരു അവകാശവാദങ്ങളും പറയുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. ട്രെയിലർ കാണുമ്പോൾ ബാക്കി ട്രെയിലർ സംസാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഒട്ടനവധി തിരക്കുകളുണ്ടായിട്ടും ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കൊത്ത് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻസ് വർക്കുകൾ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച യുവ നായകന്മാരിൽ ഒരാളായ പ്ലാൻ എ കഴിഞ്ഞാൽ ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്ലാൻ ബി ഇല്ല. എനിക്ക് പ്ലാൻ എ മാത്രമേ ഉള്ളൂ. ആ പ്ലാൻ എ ആയിരുന്നു സിനിമ. അതിനുവേണ്ടി ഒരു തവണ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ആസിഫൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ സിനിമ കഴിഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ അതാണ് എനിക്കെല്ലാം എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറയുന്ന അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഈ നിമിഷം എനിക്ക് ചിലപ്പോൾ ഇതിന് ശേഷം കുറച്ച് എന്നാ കിട്ടുകയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സിനിമയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സിനിമ ഒരുപാട് സ്നേഹിച്ചു വന്ന ആളാണ്. എന്ന് പറഞ്ഞതുപോലെ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന മറ്റൊരാളാണ് ആസിഫ് അലി. ഓരോ ചിത്രത്തിന് വേണ്ടിയിട്ടും ആസിഫ് എടുക്കുന്ന എഫേർട്ട് അത് ചെറുതല്ല. ഓരോ കഥാപാത്രത്തിലേക്കും അദ്ദേഹത്തിനുള്ള ട്രാവല് അത് ചെറുതല്ല. അപ്പോൾ ആ എഫേർട്ടിനാണ് ഇന്ന് ആസിഫ് എന്ന് പറയുന്ന പേര് കേരളക്കര എല്ലാവരും ഈ കയ്യടി മൊത്തം
അത് ചെറുതല്ല. അതൊരു മാർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ഒരാൾക്ക് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമയമാണ്. ഞങ്ങൾക്ക് ആസിഫ് തന്ന സമയത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. കൊത്ത് എന്ന് പറയുന്ന സിനിമ അതിഗംഭീര സിനിമയാണ്. ഞാൻ നിന്നെ കണ്ടിട്ട് വിളിക്കാം, കള്ളത്തരം പറയുന്നില്ല, കണ്ടിട്ടില്ല. അപ്പോൾ വിളിക്കാം. എന്തിനാണെങ്കിലും ആസിഫ് അലീനെ ഈ ഷോ ലോഞ്ച് ചെയ്യാനായി സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ടീം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആസിഫ് അലിയെ ഈ ഒരു വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. So, ലുലു മോൾ നല്ലൊരു energetic ആയ ഒരു കൈയ്യടി. So, ആസിഫ് അക്ക, നമസ്കാരം. നമസ്കാരം. എല്ലാവരും ലുലുലു ആഘോഷിക്കാൻ തന്നെയാണ് വരുന്നത് അല്ലേ? എല്ലാവർക്കും ഒരു കാരണമുണ്ട് ലുലുലു വരാൻ. എന്തായാലും ഇന്നത്തെ കാരണം വളരെ മനോഹരമായ ഒരു കാരണമാണ്. ഈശോ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇത് ചെയ്യാൻ എന്നെ അതിഥിയായിട്ട് വിളിച്ചതൊന്നും അല്ല. ഞാൻ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ്. കാര്യം ജയേട്ടന്റെ ഒരു പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനുള്ള വലുപ്പമൊന്നും എനിക്കായിട്ടില്ല. അപ്പൊ ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ ഇന്ന് ഇവിടെ വന്നതിന് 2 ഉദ്ദേശങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ശബ്ദം ഉണ്ടാക്കുന്ന ആള് ദയവായി മിണ്ടാതിരിക്കുന്നു. ബാക്കി എല്ലാവരും നല്ല ഇതായിട്ട് പ്ലീസ് അങ്ങ് മാത്രം ഒന്ന് സൈലന്റ് ആയിട്ടെന്ന് വളരെ ഉപകാരമായിട്ട്. താങ്ക് യു. തീർച്ചയായിട്ടും ഇന്ന് വന്നതിന് 2 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ലാദക്കാനെ ഞാൻ സുഹൃത്തെന്ന് പറയില്ല, ഒരു ഏട്ടന്റെ സ്ഥാനത്താണ് കാണുന്നത്. ജയേട്ടൻ തീർച്ചയായിട്ടും ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരാളാണ്. ഓരോ സിനിമ കണ്ടു കഴിയുമ്പോഴും അഭിപ്രായങ്ങൾ വിളിച്ചു പറയാറുണ്ട്, ഓരോ സിനിമകളെ കുറിച്ചും പറയാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങള് മലയാളത്തിലെ നടന്മാരിൽ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എങ്ങനെ സ്പെഷ്യൽ ആക്കണം എന്നുള്ളത് ആദ്യം കാണിച്ചു തന്നത് ജയേട്ടനാണ്. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാദുക്ക, ഇന്ന് മലയാള സിനിമയിൽ ബാദുക്ക ഇല്ലാതെ ഒന്നുമില്ല. വെറും ബാദുക്ക അല്ല, ഡോക്ടർ ബാദുക്ക, ഡോക്ടർ ബാദുഷാ. എൻ്റെ ലൈഫിൽ ഇന്ന് എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആദ്യം ഫോൺ ചെയ്ത് വിളിക്കുന്നത് ബാദുക്കയാണ്. ബാദുക്ക വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനുമായ അരുൺ നാരായണന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ വെഞ്ചറിലുള്ള ഒരെണ്ണമാണ്. ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. സിനിമ ചൂസ് ചെയ്യുന്നതും സിനിമ ഭാഗമാകുന്നതും ഒക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമയായിരിക്കുമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ്. പിന്നെ ലാദക്ക ചെയ്ത സിനിമകളിലെല്ലാം നമുക്കറിയാം, ആ സിനിമകളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ പേരും ഈ പോസ്റ്ററിൽ കാണുന്ന 2 പേരെയും കാണുമ്പോൾ നമുക്കറിയാം ഇത് എങ്ങനെയുള്ളൊരു സിനിമയായിരിക്കും എന്നുള്ളത്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ഇതിന് മുന്നേ കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഒരു നാദൃഷ സിനിമയല്ല. നമ്മൾ സ്ഥിരമായി നാദൃഷയുടെ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അപ്പൊ ഇനി എന്തായാലും ഇത്രയും ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ വന്നതിന്റെ 2ാമത്തെ കാര്യം, എൻ്റെ ഒരു സിനിമ റിലീസായിട്ടുണ്ട്. ഏതാണെന്നറിയോ? കൊത്ത്. തിയേറ്റേഴ്സിലുണ്ട്, ഒരുപാട് നല്ല അഭിപ്രായമുണ്ട്, ഒരുപാട് പേര് കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ ആള് വന്ന് സിനിമ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം പ്രശ്നത്തിൽ പെട്ട് കിടക്കുവാണ് മലയാള സിനിമ ഇപ്പോൾ. ഒരു സിനിമയ്ക്കും തിയേറ്റേഴ്സിൽ ആള് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുള്ള കാര്യമാണ്. നല്ല സിനിമകളാണെങ്കിലും നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള ആളല്ലേ? അല്ലേ? തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരല്ലേ നമ്മള്? ഇത് OTT ഇറങ്ങുന്നുണ്ട്, 5-ാം തീയതി OTT ഇറങ്ങുന്നു. പക്ഷെ എൻ്റെ ഒരു സിനിമ കൊത്ത് ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിലുണ്ട്. മികച്ച അഭിപ്രായങ്ങൾ ആ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് തിയേറ്ററിൽ വന്ന് കാണണം, നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇനി ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. പ്രൗഡ്ലി പ്രസന്റിംഗ് ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് ഈ ഷോ. കാണണ്ട, നമുക്ക് ഒരു നല്ല കയ്യടി കൊടുത്ത് തുടങ്ങാം അല്ലേ? താങ്ക് യു. So ladies and gentlemen, moving to the trailer launch. ഈ ഷോ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. So here we go. ഇവിടെ മിന്നി പറഞ്ഞിരിക്കുന്നു സാർ. വെടിതീർന്ന ഓട്ട വെള്ളച്ച നമ്മൾ തമ്മിലേ ഇന്ന് രാത്രി ഒരു ദിവസത്തെ ബന്ധമുണ്ട് അല്ലേ? അത് തന്നെ തീരുകയും ചെയ്യും.
ആരായാലും കണ്ണടച്ചൊന്നും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ കണ്ടാ സാറേ, എന്റെ കണ്ണുകൊണ്ട് കണ്ടാ സാറേ. നമ്മുടെ ATM കൗണ്ടർ കണ്ടു വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കാണിക്കണം സാറപ്പ് തീർക്കണ്ടേ? വേണ്ട, രാത്രി നിനക്കൊരു കോൾ വരും. അയാൾ അറിയാതെ അയാളുടെ ഫോട്ടോ എടുത്തൊന്നും എനിക്ക് അയച്ചില്ല. ആ പെങ്കോച്ചൻ എന്തെങ്കിലും പറ്റിയ പിള്ളച്ചൻ പേടും കേട്ടോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ പിള്ളച്ചൻ. മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ ഈശോ പറഞ്ഞേക്കുന്നത്. ചേട്ടാ ക്ഷമാണ് മുട്ടി നോക്കാം. അയാൾ മർഡർ കേസിലെ പ്രതിയാണ്. പോലീസിനെ പ്രതീക്ഷിക്കുന്ന ചുമ്മാ പേടിപ്പിക്കില്ല സാർ. അയാൾ എന്തിനായിരിക്കും കൊല്ലുന്നത്? അതൊന്നും നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് ഒരു കിടപ്പാടം പോലും ഇല്ലേ വെള്ളത്തിന്? അതാണ് സത്യമായി അയാൾ പറയത്തുള്ളൂ. സുരല്ലേ ഇതിൽ പണിയെടുത്തുന്നത്? സാർ ഇത്രയും പറയാൻ ശ്രമിക്കുക. അതിൻ്റെ ആ ലാസ്റ്റ് അവസാനം കൂടെ ഒന്ന് പറഞ്ഞാൽ സാറേ. നമ്മളുടെ ഈശോയുടെ ട്രെയിലർ ഒരുപാട് നിഗൂഢതകളും ഒരുപാട് സസ്പെൻസുകളും എല്ലാം തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളൊരു ട്രെയിലറാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഇനി എന്തായാലും ഈ സിനിമയുടെ മറ്റ് വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന സമയമാണ്. ഞാൻ അതിന് മുന്നോടിയായി എനിക്ക് തോന്നുന്നു ഈ സിനിമയിലേക്ക് ഇപ്പോൾ ജയനാണെങ്കിലും വാസിമിക്കാണെങ്കിലും ഒരുപാട് പേര് പറഞ്ഞൊരു പേരാണ് അരുൺ നാരായൺ. നമ്മുടെ സിനിമയുടെ നിർമ്മാതാവ്, സൂര്യ TVയുടെ ഒരു ആങ്കറായി തുടക്കം കുറിച്ച് ഒരുപാട് സിനിമകളിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജയന്റെ കൂടെ തന്നെ അപ്പോസ്തലൻ എന്ന് പറയുന്ന ചിത്രം അദ്ദേഹം ചെയ്തു. അതോടൊപ്പം അവാർഡ് ലഭിച്ച പടത്തിലും അദ്ദേഹം ഡയറക്ടറായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഡെഡിക്കേഷനുമുള്ള നമ്മളുടെ ഏറ്റവും സ്നേഹനിധിയായ പ്രിയങ്കരനായ അരുൺ നാരായൺ ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. സിനിമയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. കാരണം സിനിമ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ സിനിമയെക്കുറിച്ച് ഒരുപാട് പറയുകയും നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് എതിരായിട്ട് വരികയും ചെയ്താൽ അത് അത്തരം സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. നമ്മുടെ സിനിമയെ പറ്റി ഒന്നും പറയുന്നില്ല. ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണണമെന്ന് തീരുമാനിക്കുക. സിനിമ ഒക്ടോബർ 5-ാം തീയതി സോണി ലിവിലൂടെ OTTയിൽ റിലീസ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമയം അനുവദിക്കുന്ന സമയത്തിൽ സിനിമ കാണണമെന്ന് മാത്രം ഞാൻ പറയുന്നു. എന്തായാലും ഞാനിവിടെ നിൽക്കുമ്പോൾ എല്ലാവരെയും ഞാൻ ഈ സിനിമയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് പേർ നമ്മളൊപ്പം ഈ വേദിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ വിനീതമായി ക്ഷണിക്കുന്നു വേദിയിലേക്ക്. നാദുഷിക, സുനീഷ്, സൈലക്സ്, രജി, ഡോക്ടർ രജീഷ് കുമാർ, നമ്മുടെ അക്ഷര, ലക്ഷ്മി പിഷാരടി, നസീർ ക, അരുൺ പുനലൂർ, നന്ദു പൊതുവാൾ, ഹുസൈൻ ഗോയ, CA അനന്തലാൽ, ഏലൂർ ജോർജ് ഏട്ടൻ, പിന്നെ പ്രിയപ്പെട്ട ബാദു, സമദ് ക, ഒരുപാട് പേർക്ക് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഞാനിപ്പോൾ ട്രെയിലർ വന്ന ശേഷം നമ്മൾ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആണ് നമ്മൾ
പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ അത് പറയാൻ ട്രെയിലറിൻ്റെ റെസ്പോൺസ് സിനിമയുടെ അണിയറയിൽ അല്ലാത്ത ആരെങ്കിലും സംസാരിക്കണമല്ലോ. അതിന് ഞാൻ ജിസ്സിനെ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ സംവിധായകൻ, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ നൽകുന്ന ട്രെയിലറിനെ കുറിച്ച് നമ്മൾ സിനിമയിൽ ഇല്ലാത്ത ആരെങ്കിലും സംസാരിക്കാൻ തോന്നി. അപ്പം ജിസ് അത് സംസാരിക്കും, ട്രെയിലറിൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത്. ചേട്ടനെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആസിഫ്, ഈ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഒപ്പം തന്നെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറുനാടൻ താരം അല്ലു അർജുന്റെ ശബ്ദം ഞങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജസ് ജോയ്, അദ്ദേഹത്തോട് ട്രെയിലറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഹായ്, നമസ്കാരം. ആരുടെ ശബ്ദമാണ്? വേറൊരാളുടെ ശബ്ദമാണ്. അപ്പോൾ ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ചില്ലറ സന്തോഷമല്ല. ജയൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ജയന്റെ ഭാര്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഞങ്ങൾ രണ്ടുപേരാണ്. ഏറ്റവും കൂടുതൽ ഒരുമിച്ച് യാത്ര ചെയ്തിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും. ഒത്തിരി സിനിമ എന്ന് പറയുന്ന സംഗതിയോട് ഇത്രയും സ്നേഹത്തോടെ സ്വപ്നം കണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇത് വരൂടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾക്കൊരു ചെറിയ സ്കൂട്ടർ ഉണ്ടായിരുന്നു. എനിക്കൊരു ബജാജ്, ഇവനൊരു കൈനറ്റിക് ഹോണ്ടയും. ഇതിലായിരുന്നു ഞങ്ങളുടെ സിനിമാ സ്വപ്നങ്ങൾ തേടിയുള്ള, സിനിമയുടെ മാധവങ്ങൾ തേടിയുള്ള വലിയ യാത്രകൾ. അപ്പോൾ യാദൃശികമായിട്ടാണ്, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, അരുൺ നാരായണൻ വിളിച്ചിട്ട് ഈ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച്, പ്രത്യേകിച്ച് ജയൻ ലീഡ് റോൾ ചെയ്യുന്ന വലിയൊരു യുഗ പുരുഷന്റെ പേരുള്ള ഈശോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച്, അതിന്റെ ട്രെയിലറെ കുറിച്ച് സംസാരിക്കാൻ പറയുന്നു. ഞാൻ പറയണോ? നിങ്ങൾ കണ്ടതല്ലേ? ഒരു വലിയ കയ്യടിയിലൂടെ റിയാക്ട് ചെയ്യാം. കുറെ കൂടെയാവും. ഒരുപാട് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ നിന്ന് പറയേണ്ട കാര്യമില്ല. ഒത്തിരി ജയൻ ഉറപ്പായിട്ടും ഒരാളെ പോലും മിസ്സാവാതെ ഇവിടെ സ്റ്റേജിൽ സംസാരിച്ചു. എസ്പെഷ്യലി നാദർഷിക്കയുടെ പേര് പറഞ്ഞ പോലെ തന്നെ സുനീഷ്, ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ സുനീഷ് വാരനാടിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ റോബി രാജ് എന്ന് പറയുന്ന ഒരു വലിയ ക്യാമറമാൻ നമ്മൾ വലിയ കൈഡി കൊടുക്കണം. അതിമനോഹരമായ ഫ്രെയിംസ് ആണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. എന്ത് രസമായിട്ടാണ് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങളെ തിയേറ്ററിൽ വിസ്മയിപ്പിക്കും. എനിക്ക് നാദർഷിക്കയോടും അരുൺ നാരായണോടും ബാദർഷിയോടും ഒക്കെ ഉള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഈശോ എന്നുള്ള ടൈറ്റിൽ ഇട്ടപ്പം മുതൽ ഉണ്ടായിരുന്ന വിവാദങ്ങൾ എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. എന്തുമാത്രം വിവാദങ്ങൾ ഈ പേര് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിൽ സ്ക്രിപ്റ്റ് അറിയാവുന്നവർക്കൊക്കെ ചിരിയാണ് വരുന്നത്. കാരണം യാതൊരുവിധ വിവാദങ്ങളും ഉൾപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സബ്ജക്റ്റിനെയാണല്ലോ ആളുകൾ കുരിശിലേറ്റുന്നത്, ആളുകൾ കല്ലെറിയുന്നത്. നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഒരു രീതിയിലുമുള്ള ഒരു വിവാദത്തിനും ഒരു സ്കോപ്പും ഇല്ലാത്ത പക്ക എന്റർടൈനറാണ്, പക്ക എന്റർടൈനർ. ആ സിനിമയാണ് ഈശോ. പിന്നെ എനിക്ക് മറ്റൊരു നല്ലൊരു ഓർമ്മ, അരുൺ നാരായണൻ എന്ന് പറഞ്ഞ ജീവിതത്തിൽ പരിചയപ്പെട്ടിരിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. എന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് 2 ദിവസം താമസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ താമസിക്കുമ്പോഴാണ് ഇന്നലെ വരെ എന്ന് പറയുന്ന ഞാനും ആസിഫും കൂടെ ചെയ്യുന്ന 5ാമത്തെ സിനിമയുടെ ആദ്യത്തെ സീൻ ഞാൻ ആ ലൊക്കേഷനിൽ ഇരുന്നാണ്, ആ റൂമിലിരുന്നാണ് എഴുതുന്നത്. അതിന്റെ സർവ്വ ഐശ്വര്യങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നലെ ഈ പറയുന്ന ഈശോ